Hi all, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് 10ലെ ചാപ്റ്റർ 1 അരിത്തമാറ്റിക് സീക്വൻസസിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നമ്പർ പാറ്റേൺസും അതിൻ്റെ കുറേ എക്സാമ്പിൾസും പിന്നെ അതിൽ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ പേജ് 10ൽ മെയിൻ ഹെഡിങ് അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഹെഡിങ്ങിന് താഴോട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും അതേപോലെ തന്നെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ളത് ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് അല്ലേ. ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് എങ്ങനെയാണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഈവൻ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2, 4, 6, 8 എക്സെട്ര. ഇങ്ങനെയാണ് നമ്മുടെ ഈവൻ നമ്പേഴ്സ് പോകുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 2ൽ നിന്നാണ്, പിന്നെ 4, 6, 8. അപ്പോൾ നോക്കിയേ, ഇവർ തമ്മിലുള്ള ഈ 2ഉം ഈ 4ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈ 2ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 4 കിട്ടുന്നത്. അതുപോലെ തന്നെ 4ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. 6ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. അതുപോലെ തന്നെ 2 ആഡ് ചെയ്താണ് നമ്മുടെ ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ ഈ നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് ഓരോ നമ്പറിൻ്റെ കൂടെ 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്തു, 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്തു, അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് നമ്മളുടെ ഈ ഒരു സീക്വൻസ് പോകുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്താ? സ്റ്റാർട്ടിങ് വിത്ത് 1ൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്. 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 5, 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 7, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു നമ്പർ പാറ്റേൺ നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം 2 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ആഡ് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് ഈ ഒരു നമ്പർ പാറ്റേൺ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മുടെ നമ്പർ പാറ്റേൺ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പം അതിൽ വേറൊരെണ്ണം നമ്മൾ നോക്കിയിരുന്നു, ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ആ ഒരു നമ്പർ പാറ്റേൺ നമുക്ക് ആദ്യം എഴുതാം. എന്തായിരിക്കും വരുന്നത്? 1/2, 1, 1/2, 2 എക്സെട്ര. ഇങ്ങനെ അങ്ങ് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഈ നമ്പർ പാറ്റേൺ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കാണുന്നത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഫിൽ നിന്ന് 1/2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു നമ്പറായ 1 കിട്ടാൻ ഹാഫിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഹാഫ് ആഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അതുപോലെ തന്നെ 1/2 കിട്ടാനായിട്ട് 1ൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്തു. അതുപോലെ 2 കിട്ടാനായിട്ട് 1/2ൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു നമ്പർ പാറ്റേൺ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം കണ്ട 3 എക്സാമ്പിൾസിലും എന്താ ഒരു കോമൺ ആയിട്ടൊരു നമ്പർ നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ നമ്പേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള അടുത്തൊരു എക്സാമ്പിളാണ്. നോക്കിയത് സീക്വൻസ് ഓഫ് ദി സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺസ് ഓർഡേർഡ് അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമ്മൾ നമ്പർ പാറ്റേൺസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും അവിടെ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ പോളിഗൺസിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മളത് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഏതൊരു റെഗുലർ പോളിഗൺസിൻ്റെയും ഔട്ടർ ആംഗിൾ അല്ലേ, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രയാംഗിൾ ആയിക്കോട്ടെ, ക്വാഡ്രിലാറ്ററൽ ആയിക്കോട്ടെ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഏതൊരു പോളിഗൺ എടുത്താലും അതിൻ്റെ സം ഓഫ് ദി ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ആ ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസ് എഴുതുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 360, 360, 360 ഇങ്ങനെ തന്നെയായിരിക്കും ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് വിത്ത് 360, പക്ഷെ ഒന്നും തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട, 0 ആഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ 360യുടെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ അടുത്ത 360, അങ്ങനെ ഒരു സീക്വൻസ് ആണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഇതാണ്. വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് എ ടാങ്ക് കണ്ടെയ്നിങ് 100 liters ഓഫ് വാട്ടർ അറ്റ് ദി റേറ്റ് ഓഫ് 5 liters ഈച്ച് അവർ. If we calculate the water remaining in the tank in liters after each hour, we get the sequence. അതായത് 100 ലിറ്റർ വാട്ടർ ഉള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ മണിക്കൂറിലും 5 ലിറ്റർ വെച്ചിട്ട് ഒഴുകി പോകുവാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തോട്ട് ഒഴുകുവാണെങ്കിൽ ആ ടാങ്കിലുള്ള ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആ ടാങ്കിൽ മിച്ചമുള്ള വാട്ടറിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ നമുക്ക് 100 ലിറ്റേഴ്സ് വെള്ളമുള്ള വാട്ടർ ടാങ്ക് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് 5 ലിറ്റർ പോയി. അപ്പോൾ പിന്നെ അവിടെ മിച്ചമുള്ള എത്രയായിരിക്കും? 95 ആയിരിക്കും അവിടെ മിച്ചമുള്ളത്. അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ നിന്ന് 5 ലിറ്റർ പോയി, പിന്നെ മിച്ചമുള്ള എന്താ? 90. പിന്നെ അടുത്തൊരു മണിക്കൂറിൽ 5 ലിറ്റർ പോയി, അപ്പം ബാക്കിയുള്ള എത്രയായിരിക്കും? 85. ഈ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പം ഇവിടെ എന്താ? 95ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ആദ്യത്തെ 1 അവർ കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ പോയി, അപ്പം അതിൽ മിച്ചം 100ൽ നിന്ന് 5 പോയപ്പം ബാക്കിയുള്ളത് 95. അപ്പോൾ 95ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എന്താ? നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്ത് പോവുകയാണ് ഇവിടെ ചെയ്തത് അല്ലേ. അപ്പോൾ എന്താ? 95ൽ നിന്ന് 5 മൈനസ് ചെയ്തപ്പോൾ 90, 90ൽ നിന്ന് 5 മൈനസ് ചെയ്തപ്പോൾ 85. ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ സീക്വൻസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ നമ്മളിവിടെ കുറേ എക്സാമ്പിൾസ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഔട്ടർ ആംഗിൾസ്, പോളിഗൺസിൻ്റെ ഔട്ടർ ആംഗിൾസ്, പിന്നെ ഈ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ്? എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിങ് വൺ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഇസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ വാലെ ഒരേ നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 95ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 5 കോമൺ ആയിട്ട് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്ത് പോകുവാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ എന്താ, ഹാഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഹാഫ് ആഡ് ചെയ്ത് പോകുവാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, നമ്മൾ ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയി അഗെയിൻ ആൻഡ് അഗെയിൻ ഒരേ നമ്പർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ഒരു സീക്വൻസിനെ നമ്മൾ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ആ സീക്വൻസിൽ ഓരോ നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലേ? ഇപ്പം ഈ കേസ് നോക്കിക്കേ, ഇവിടെ 95, 90, 85 ഇങ്ങനെ ഓരോ സീക്വൻസിലും നമ്പേഴ്സ് ഉണ്ടാകും. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താ ടേംസ് എന്ന് വിളിക്കുന്നത്. നമ്പേഴ്സ് ഇൻ എ സീക്വൻസ് ആർ കോൾഡ് ദ ടേംസ് ഓഫ് ദി സീക്വൻസ്. ആ ഓരോ സീക്വൻസിലുള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേംസ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള മറ്റേ ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്തായിരുന്നു വരുന്നത്? 1/2, 1, 1, 1/2, 2 എക്സെട്ര. ഈ ഒരു ഫോർമാറ്റിലാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇതിനകത്ത് വരുന്ന ഓരോ നമ്പേഴ്സിനെ നമ്മൾ എന്താ ടേംസ് എന്നാണ് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ 1/2 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ടേം, അല്ലേ? 1/2 ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ടേം. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 ആണ് ഇവിടുത്തെ സെക്കൻഡ് ടേം, അല്ലേ? പിന്നെ 1, 1/2 എന്ന് പറയുന്നത് തേർഡ് ടേം, 2 എന്ന് പറയുന്നത് ഫോർത്ത് ടേം. ആ രീതിയിലായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നമുക്ക് ഈ സീക്വൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഗെയിൻ ആൻഡ് എഗെയിൻ ഒരേ നമ്പർ ആഡ് ചെയ്ത് പോവുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ആ ഒരു സെയിം നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ, ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. നോക്കി, ദിസ് നമ്പർ ഗോട്ട് ബൈ സബ്ട്രാക്ടിങ് ദ പ്രീവിയസ് ടേം ഫ്രം എനി ടേം ഇസ് കോൾഡ് ദി കോമൺ ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ നോക്കിയാൽ ഹാഫിൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്, അല്ലേ? 1ൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുമ്പോഴാണ് 1, 1/2 കിട്ടുന്നത്. 1, 1/2ൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ നമുക്കിപ്പോൾ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഡിഫറൻസ്, അതായത് അതിലെ ടേംസുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിൽ നമുക്ക് മൈനസ് ചെയ്ത് നോക്കിയാൽ പോരെ. ഈ കേസിലാണെങ്കിൽ 1ൽ നിന്ന് 1/2നെ നമുക്ക് മൈനസ് ചെയ്യാം. 1ൽ നിന്ന് 1/2നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 1/2. അതുപോലെ തന്നെ ഇവിടുത്തെ തേർഡ് ടേമായ 1, 1/2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1, 1/2ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? 1/2 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നോക്കി, ഒരു സെയിം നമ്പർ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ സീക്വൻസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന ഈ നമ്പറിനെ അല്ലെങ്കിൽ എന്താ ആ ടേംസിൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേം മൈനസ് ചെയ്യുമ്പോൾ, അല്ലേ? ഒരു ടേമിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് ടേം, അതിന് തൊട്ട് മുന്നേ ഉള്ള ടേം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള അടുത്തൊരു എക്സാമ്പിളാണിത്. ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് 10 ആൻഡ് ആഡിങ് 3 അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഇസ്. അതായത് 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും 3 ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സീക്വൻസ്, അത് അതിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് 10 ആണ്. അപ്പോൾ 10 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. 10ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13. 13ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 16. 16ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 19. 19ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 22. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ അതങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഒരു ടേമിൽ നിന്നും അതിൻ്റെ പ്രീവിയസ് ടേമിനെ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 10 എടുത്താൽ 10ന് മുന്നേ നമ്പറൊന്നും ഇല്ല നമുക്ക് മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ 13 വേണം നമ്മൾ ആദ്യം എടുക്കാൻ. അപ്പോൾ 13ൽ നിന്നും അതിൻ്റെ പ്രീവിയസ് ടേമായ 10 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 13ൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അതുപോലെ തന്നെ 16ൽ നിന്ന് 13 മൈനസ് ചെയ്യുന്നു. 16 മൈനസ് 13, അപ്പോഴും നമുക്ക് അവിടെ കോമൺ ഡിഫറൻസ് 3 ആണ് വരുന്നത്. 19ൽ നിന്ന് 16 മൈനസ് ചെയ്യുക. 19ൽ നിന്ന് 16 മൈനസ് ചെയ്യുമ്പോഴും നമുക്കിവിടെ എന്ത് കിട്ടുന്നു? 3 കിട്ടുന്നുണ്ട്. നോക്കിയേ, അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മുടെ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, അല്ലെ, ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. ദിസ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3 എന്ന് നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഇഫ് വി സ്റ്റാർട്ട് വിത്ത് 10 ആൻഡ് സബ്ട്രാക്ട് 3 അറ്റ് എവറി സ്റ്റെപ്പ്. അപ്പോൾ നേരത്തെ തന്നെ 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ എന്താ നമ്മൾ 3 സബ്ട്രാക്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 10ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7. 7ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4. 4ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1.
1ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -2. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഒരു ടേമിൽ നിന്നും അതിൻ്റെ പ്രീവിയസ് ടേം നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 10 ആദ്യം എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? 7ൽ നിന്ന് നമ്മൾ 10നെ മൈനസ് ചെയ്യുക. അപ്പോൾ 7ൽ നിന്ന് നമ്മൾ 10നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -3. 4ൽ നിന്ന് 7നെ മൈനസ് ചെയ്യുക. അപ്പോൾ 4 - 7 = -3. 1ൽ നിന്ന് 4നെ മൈനസ് ചെയ്യുമ്പോൾ 1 - 4 = -3. കണ്ടോ? അപ്പോൾ ഈ ടേമുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? എല്ലാം സെയിം ആണ്. എത്രയാ? -3 ആണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് -3 അല്ലേ? നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അതെല്ലാം നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തായാലും പറയാൻ പറ്റും ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അതിൻ്റെ കോമൺ ഡിഫറൻസ് -3 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് തന്നെയാണ്. Let's look at the sequence of natural numbers which leave remainder 1 on division by 3. അതായത് നാച്ചുറൽ നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സുകൾ എഴുതാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സെയിം എക്സാമ്പിൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ സീക്വൻസ് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായാലും റിമൈൻഡർ 1 വരുന്നത് കൊണ്ട് ഒബ്വിയസ്ലി 1 ആണ് നമ്മുടെ ഫസ്റ്റ്. അത് കഴിഞ്ഞ് അടുത്ത നാച്ചുറൽ നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ഏതാ? 4, നെക്സ്റ്റ് 7, 10. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അത് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ആദ്യം. അപ്പം 4 - 1 എത്രയായിരിക്കും വരുന്നത്? 3. അപ്പോൾ 4ൽ നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്തു. ഇനി 7ൽ നിന്ന് 4 മൈനസ് ചെയ്യാം. അപ്പോൾ 7 - 4 = 3. നെക്സ്റ്റ് 10ൽ നിന്ന് നമുക്ക് 7 മൈനസ് ചെയ്യാം. 10 - 7 = 3. അപ്പോൾ നമ്മൾ നോക്കി ഈ ടേംസുകൾ തമ്മിൽ മൈനസ് ചെയ്തപ്പോഴത്തേക്കും, അതായത് ഒരു ടേമിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് ടേമിനെ മൈനസ് ചെയ്തപ്പോൾ നമുക്കിവിടെ 3 ആണ്, എല്ലാം ഡിഫറൻസ് എല്ലാം കിട്ടിയത് 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് നാച്ചുറൽ നമ്പർ, ഏതൊരു നാച്ചുറൽ നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുമ്പോൾ നമുക്ക് 1 വരുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കതിനെ ഇപ്പം റീസൺ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം. ദിസ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 3. This is an arithmetic sequence with common difference. C കുത്തി D ഈ ഒരു രീതിയിലും ഇതിനെ എഴുതും. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് ഫുള്ളായിട്ട് എഴുതിയാൽ മതി. വിത്ത് കോമൺ ഡിഫറൻസ് 3. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള അടുത്തൊരെണ്ണം. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദോസ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡു നോട്ട് ലീവ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് നമ്മൾ തൊട്ട് മുന്നേ എന്താ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് എടുത്തത്. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ 1 വരാത്ത നമ്പേഴ്സ്, അതായത് എന്താ അപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇതിൽ പെടാത്ത നമ്പേഴ്സിനെ പെറുക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിലേതൊക്കെയായിരിക്കും വരുന്നത്? 2, 3, 5, 6 എക്സെട്ര. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? നമ്മുടെ സെക്കൻഡ് ടേമിൽ നിന്ന് ആദ്യം ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3ൽ നിന്ന് 2 മൈനസ് ചെയ്തു. 3 - 2 is 1. അടുത്തത് 5ൽ നിന്ന് നമുക്ക് 3നെ മൈനസ് ചെയ്യാം. 5 - 3 = 2. 6ൽ നിന്ന് 5നെ മൈനസ് ചെയ്യാം. 6 - 5 = 1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ടേംസുകൾ തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഡിഫറൻസ് എന്ന് പറയുന്നത് 1, 2, 1 ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം അല്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കും. നമ്മുടെ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ സീക്വൻസിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഈ കേസിൽ നമ്മൾ എടുത്ത ഡിഫറൻസുകൾ വെവ്വേറെയാണ്. അതുകൊണ്ട് 2, 3, 5, 6 എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത്, ഇഫ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 3 ഇസ് നോട്ട് 1, ഇറ്റ് ക്യാൻ ബി ഐദർ 0 or 2. Write down those leaving remainder 0 and those leaving remainder 2 separately are the arithmetic sequence. നമ്മൾ ഓൾറെഡി എന്താ നാച്ചുറൽ നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് എഴുതി. ഇവിടെ നമുക്ക് വേണ്ടത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 0 വരുന്ന സീക്വൻസും വേണം, അതുപോലെ തന്നെ റിമൈൻഡർ 2 വരുന്ന സീക്വൻസും നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 0 വരുന്ന, അതായത് നാച്ചുറൽ നമ്പേഴ്സിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരുന്ന സീക്വൻസ് ഏതാണ് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ അതെന്തായാലും നമ്മുടെ 3യുടെ ടേബിൾ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ സീക്വൻസ് എന്താ? 3, 6, 9, 12 എക്സെട്ര. ഈ ഒരു ഫോർമാറ്റിൽ അതങ്ങ് പോകും. അപ്പോൾ ഇതൊരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് 6ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 6 - 3 = 3. ദെൻ 9ൽ നിന്ന് 6 മൈനസ് ചെയ്യുക. 9 - 6 = 3. 12ൽ നിന്ന് 9 മൈനസ് ചെയ്യുമ്പോൾ 12 - 9 = 3. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഡിഫറൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര തന്നെ വന്നു? 3 ആണ് കോമൺ ഡിഫറൻസ് വന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ആൻ arithmetic sequence with common difference 3. It is an arithmetic sequence
വിത്ത് കോമൺ ഡിഫറൻസ് 3. ഓക്കെ, ഇപ്പോൾ റീസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് റീസൺ, അതായത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുകയും വേണം, അതവിടെ എഴുതുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് ഏതൊക്കെയായിരിക്കും? 2, 5, 8, 11 എക്സെട്ര. ഇത് നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഓരോ നമ്പർ എടുത്ത് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 വരുന്ന റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 5ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്? 5 - 2 3. അടുത്തത് 8ൽ നിന്ന് 5നെ മൈനസ് ചെയ്യുക. 8 - 5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3 ആണ്. ഇനി 11ൽ നിന്നും 8നെ മൈനസ് ചെയ്യുക. 11 - 8 നമുക്ക് എത്ര തന്നെ കിട്ടും? 3 തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു സീക്വൻസ് എഴുതിയപ്പോഴും നമ്മൾ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ ആ ഡിഫറൻസ് എല്ലാം സെയിം ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും പറയാൻ പറ്റും 2, 5, 8, 11 എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 3 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എഴുതാലോ. ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്താ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നും കോമൺ ഡിഫറൻസ് എന്നും ടേംസും എല്ലാം എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ കുറേ എക്സാമ്പിൾസ്, ടെക്സ്റ്റിലെ തന്നെ എക്സാമ്പിൾസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു എക്സാമ്പിൾസ് പോലും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോയിൽ അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്